die. Welcome to my dark side. Take a step into the heaven. Look around the scene, even I have a bit. I'm walking along the contact and losing my mind. I'm breathing the madness. My devils, they whisper in my ear. Definitely on my fears. I'm living in a nightmare. ആദത്തിൻ്റെ മുറി തള്ളി തുറന്ന് അകത്തേക്ക് കയറി വരുന്ന ആര്യൻ കാണുന്ന കാഴ്ച പകച്ചു നിൽക്കുന്ന ജിയെയും താഴെ വീണ് കിടക്കുന്ന ആദത്തിനെയുമാണ്. കണ്ണുകൾ മിഴിച്ച് തോക്കും ചൂണ്ടി നിൽക്കുന്ന ജിയെ ഒരു നിമിഷം നോക്കിയതിന് ശേഷം തറയിലേക്ക് നോക്കിയ ആര്യൻ പകച്ചു നിന്നുപോയി. ചോര വാർന്നൊലിക്കുന്ന ഷോൾഡറിൽ അമർത്തി പിടിച്ചുകൊണ്ട് തറയിലിരിക്കുന്ന ആദത്തിനെ കണ്ട് ആര്യൻ ആദത്തിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. സാർ, ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ, ബ്ലഡ് നന്നായിട്ട് വരുന്നുണ്ടല്ലോ. മുറിയിലെ സാഹചര്യം കണ്ടു തന്നെ ആര്യന് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയെന്ന് ആദത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ആദത്തിനോട് കാര്യങ്ങളൊന്നും തിരക്കാതെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ആര്യൻ തിരക്ക് കൂട്ടുന്നതെന്ന് ആദത്തിന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അരുതെന്നർത്ഥത്തിൽ ആദം തലയാട്ടി. പോകാതെ പിന്നെ ബുള്ളറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ അത് എടുക്കണ്ടേ സാർ? സാർ, എനിക്ക് ആര്യന്റെ വാക്കുകൾക്ക് അല്പം പോലും വില നൽകാതെ ആദം തീക്ഷ്ണതയോടുകൂടി ജിയെ നോക്കുന്നു. പേടിച്ചരണ്ടു നിൽക്കുന്ന ജിയെ കണ്ട് ആദത്തിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു. ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ പെട്ടെന്നാണ് അവിടേക്ക് ആലീസ് കടന്നു വരുന്നത്. മുറിയിലെ അവസ്ഥ കണ്ടതും ആലീസും ഒന്ന് ഭയന്നു. ശേഷം ജിയുടെ അരികിലേക്ക് ചെന്ന് ചോദിച്ചു, എന്താ പറ്റി? നിന്റെ കയ്യിലെങ്ങനെ തോക്ക്? നീ ആദം സാറിനെ വെടിവെച്ചോ? ജിയ, എന്താ നീ അനങ്ങാതെ നിൽക്കുന്നേ? പ്രതിമ കണക്കി നിൽക്കുന്ന ജിയെ ആലീസ് കുലിക്ക് വിളിച്ചതും സ്വബോധത്തിൽ വന്നതുപോലെ പെട്ടെന്ന് ജിയ ഞെട്ടി എഴുന്നേറ്റു. ഞാൻ അയ്യോ സാർ. അല്പം പോലും സമയം കളയാതെ അവൾ വേഗം ആദത്തിന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. ആര്യൻ ആദത്തിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നവേ മറ്റേ കയ്യിൽ പിടിച്ചുകൊണ്ട് ജിയും അവനെ ഉയർത്തുവാൻ ശ്രമിച്ചു. പെട്ടെന്ന് തന്നെ ആദം ഗൗരവഭാവം തൻ്റെ മുഖത്തണിഞ്ഞു. ദേഷ്യത്തോടുകൂടി ജിയെ നോക്കി എന്തോ പറയാൻ തുനിയെന്ന ആദത്തിനെ കണ്ടതും ആര്യൻ പെട്ടെന്ന് തന്നെ, ഹോസ്പിറ്റലിലേക്ക് വരാൻ സാറിന് താല്പര്യമില്ലെങ്കിൽ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കാം. ആലീസെ, വേഗം ഫാമിലി ഡോക്ടറെ വിളിച്ചിട്ട് ഗൺ ഷോട്ട് ആണെന്ന് പറ. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ചിലപ്പോൾ ജിയൊക്കെ അറിയാതെ പറ്റിയതായിരിക്കും. നല്ലപോലെ പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ജിയുടെ ഭാഗത്തേക്ക് തലചരിച്ച് നോക്കിക്കൊണ്ട് നിന്ന ആദം പെട്ടെന്ന് തന്നെ ആര്യന്റെ വാക്കുകൾ കേട്ടതും ആര്യനിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചു സംശയത്തിന്റെ രീതിയിൽ. അല്ല സാറല്ല, ജിയ പേടിച്ചെന്ന് തോന്നുന്നു. അതായിരിക്കും, ചിലപ്പോൾ അറിയാതെ ട്രിഗർ ആയതാവും. തിരുത്തി പറയുന്ന ആര്യനെ ഒരു നിമിഷം നോക്കിയതിന് ശേഷം വീണ്ടും ജിയയിലേക്ക് തിരിഞ്ഞ ആദം കാണുന്നത് കരഞ്ഞുകൊണ്ട് തലകുനിച്ച് തൻ്റെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന പെണ്ണിനെയാണ്. ആദമൊന്ന് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ആര്യനും ജിയയും ചേർന്ന് ആദത്തിനെ എഴുന്നേൽപ്പിക്കുവാൻ ശ്രമിച്ചു. ജിയക്ക് നേരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് തന്നെ ആദം മെല്ലെ എഴുന്നേറ്റു. അവരുടെ അനുസരണപ്രകാരം ആദം കട്ടിലിലേക്ക് പോയിരുന്നു. സുരക്ഷിതമായി തന്നെ ആദത്തിനെ കട്ടിലിലേക്ക് ഇരുത്തിയതിന് ശേഷം മെല്ലെ ജിയ ആദത്തിനെ നോക്കി. അത്രയും നേരം ഗർജിക്കുന്ന കടുവയെ പോലെ നിന്നിരുന്ന മനുഷ്യൻ തൻ്റെ ഒരു കയ്യബദ്ധം കാരണം അനുസരണയുള്ള നായക്കുട്ടിയെ പോലെ ഇരിക്കുന്നത് ആലോചിച്ചവൾ മെല്ലെ ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയതും കണ്ടു. തന്നെ പച്ചയ്ക്ക് കിട്ടിയാൽ പോലും ഉപ്പും മുളകും കൂട്ടി തിന്നുമെന്ന അവസ്ഥയിൽ വലിഞ്ഞു മുറുക്കിയ മുഖഭാവത്തോടു കൂടിയിരിക്കുന്നത്. അവൾ മെല്ലെ ഒരു സമാധാനത്തിനെന്ന വണ്ണം ആര്യനെയും ആലീസിനെയും നോക്കി. അവർ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ കടുവ ശാന്തനായിരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടതും ഒരു നിമിഷം പോലും വൈകാതെ അവൾ മുറിക്ക് പുറത്ത് കടന്ന് ട്രീസയുടെ മുറി ലക്ഷ്യമാക്കി ഓടി. മണിക്കൂറുകൾ കടന്നുപോയി. ഇതിനിടയിൽ ഡോക്ടർ വന്ന് ആദത്തിന്റെ ഷോൾഡറിൽ തങ്ങിയിരുന്ന ബുള്ളറ്റ് പുറത്തെടുത്ത് മുറിവ് വെച്ച് കെട്ടിയതിന് ശേഷം റെസ്റ്റ് എടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി ഡോക്ടറും അവിടെ നിന്നും പോയി. ഇതിനിടയിൽ ആദത്തിന്റെ കണ്ണുകൾ ജിയെ തിരഞ്ഞുവെങ്കിലും ഭയം കാരണമാണ് അവൾ മുറിയിലേക്ക് വരാത്തതെന്ന് അവന് മനസ്സിലായി. എന്നാൽ ജിയാകട്ടെ കാര്യങ്ങളെല്ലാം ട്രീസയോട് പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ട്രീസയുടെ മടിയിൽ കിടക്കുകയായിരുന്നു. ട്രീസ മെല്ലെ അവളെ സമാധാനിപ്പിക്കും വിധം ജിയുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. ആലീസ് ആവട്ടെ വളരെ ഗാഢമായ ചിന്തയിൽ തള്ളവിരലിലെ നഖം കടിച്ചുകൊണ്ട് ആലോചനയിലാണ്. പോട്ടെ മോളെ, സാരമില്ല. നിനക്കറിയാതെയാണെങ്കിലും അവൻ അത് അർഹിക്കുന്നുണ്ടായിരുന്നു.
ഒരു പെണ്ണിന് അവളുടെ സമ്മതമില്ലാതെ തൊടുന്നതും പോരാഞ്ഞിട്ട് പീരിയഡ്സ് ആയിരിക്കുന്ന ഒരു പരിഗണന പോലും കൊടുത്തില്ല എന്ന് വെച്ചാൽ അവനത് കിട്ടണം. ദേഷ്യം തൻ്റെ പല്ലിൽ കടിച്ചമർത്തിക്കൊണ്ട് ട്രീസ പറയുമ്പോൾ ജിയ മെല്ലെ തലയുയർത്തി ട്രീസയെ നോക്കി. ഇതേ സമയം തന്നെ ആലോചനയിൽ നിന്നിരുന്ന ആലീസ് മുന്നോട്ട് വന്ന് പറഞ്ഞു, ഇത്രയൊക്കെ കാര്യങ്ങൾ ആ റൂമിൽ നടന്നിട്ട് ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല. പക്ഷെ ബുള്ളറ്റിൻ്റെ സൗണ്ട് മാത്രം നല്ലതുപോലെ കേട്ടല്ലോ. ആദം സാറിൻ്റെ റൂം സൗണ്ട് പ്രൂഫാണ്, പിന്നെ ബുള്ളറ്റിൻ്റെ സൗണ്ട് മാത്രം എങ്ങനെയാണ് കേട്ടത്? ആലീസിൻ്റെ സംശയം കേട്ടതും ജിയ ട്രീസയുടെ മടിയിൽ നിന്ന് തലയുയർത്തിക്കൊണ്ട് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. കയ്യില് കണ്ണിരുന്നിട്ട് പോലും യാതൊരുവിധ പേടിയുമില്ലാതെ എൻ്റെ അരികിലേക്ക് സാറ് വരുന്നത് കണ്ട് ഞാൻ പെട്ടെന്ന് പുറകോട്ട് നീങ്ങി. അടഞ്ഞു കിടന്ന വാതിൽ തട്ടി നിന്നെന്ന് മനസ്സിലായപ്പോഴാ ഞാൻ അതിൻ്റെ ലോക്ക് മാറ്റി മെല്ലെ അത് തുറക്കാൻ ശ്രമിക്കവെയാണ് ആദം സാർ എൻ്റെ കണ്ണിൽ കയറി പിടിച്ചത്. തോക്കിൽ പിടിച്ചെന്നറിഞ്ഞപ്പോ പെട്ടെന്ന് അറിയാതെ പറ്റിപ്പോയതാ. അത് ഞാനല്ലാതെ കൊല്ലാൻ ശ്രമിച്ചതല്ല. പ്ലീസ് ആൻറ്റി, എന്നെ ഒന്ന് വിശ്വസിക്കേ. കരഞ്ഞു പറയുന്ന ജിയെ കണ്ടതും ആലീസിനും ട്രീസയ്ക്കും അലിവ് തോന്നി. പെട്ടെന്ന് തന്നെ ഇരുവരും അവളുടെ അരികിൽ ചെന്ന് തന്നെ അവളെ സമാധാനിപ്പിക്കും വിധം പറഞ്ഞു, സാരയില്ല, ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമാണ്, പേടിക്കണ്ട. ഇനി ആദം സാർ എന്ത് പെടുത്തി കൂട്ടുമെന്ന് ഓർത്താ പേടി. ആലീസിന്റെ പറച്ചിൽ കേട്ടതും ട്രീസ ദേഷ്യത്തോടു കൂടി പറഞ്ഞു, എന്ത് പെടുത്തിക്കൂട്ടാനായിട്ട്? അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാ കിട്ടിയത്. ഇത്രയും നാൾ ഈ കൊച്ചിനെയിട്ട് ബുദ്ധിമുട്ടിക്കുന്നതിൽ അവനും ഒന്ന് അനുഭവിക്കട്ടെ. ഇതേ സമയത്താണ് ആര്യൻ മുറിയിലേക്ക് കടന്നു വരുന്നത്. മൂവരുടെയും അവസ്ഥ കണ്ട് പരിതാപം തോന്നിയ ആര്യൻ മെല്ലെ സാമൂലിന്റെ അരികിലേക്ക് ചെന്ന് അയാളുടെ തലയിൽ തലോടി. ശേഷം തിരിഞ്ഞ് ജിയയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ആദം സാറിന്റെ ദേഹത്ത് ഒരു തുള്ളി പോറൽ പോലും വീഴ്ത്താൻ ആർക്കും ഇതുവരെ ധൈര്യം ഉണ്ടായിട്ടില്ല. എന്തായാലും അക്കാര്യത്തിൽ ഞാൻ നിന്നെ സമ്മതിച്ചു ചെയ്യാം. ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് കണ്ടറിയാം. ദേയിച്ചായ പേടിപ്പിക്കാനാണ് ഇങ്ങോട്ട് വന്നെങ്കിൽ കണ്ണീട്ട് ചേട്ട് കുത്തുവെച്ചു ഞാൻ. പിന്നെ ആദം സാർ ചെയ്തതും അത്ര വലിയ പുണ്യപ്രവർത്തിയൊന്നും അല്ലല്ലോ. ഈ പെണ്ണിനോട് കാണിച്ച ക്രൂരതകളൊക്കെ നമുക്കറിയാവുന്നതല്ലേ. അതുകൊണ്ട് വാ പൊത്തി മിണ്ടാതിരുന്നോണം. ഞാനൊരു സത്യം പറഞ്ഞതല്ലേടോ എന്റെ ഭാവി ഭാര്യയെ. ആദം സാറിന്റെ സ്വഭാവം വെച്ച് ഇനി ജിയോട് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് ആലോചിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതോർത്ത് പറഞ്ഞു പോയതാ. എന്തായാലും ജിയോ ഒന്ന് കരുതിയിരുന്നു. ഉറങ്ങാനുള്ള സഡേഷൻ ഇഞ്ചക്ട് ചെയ്തിട്ട് 1/2 മണിക്കൂറിലേറെയായി. എന്നിട്ട് പോലും എന്തോ ആലോചനയിൽ കണ്ണും മിഴിച്ച് അവിടെ ഇരിപ്പുണ്ട് ആ കടുവ. എന്താലോചിച്ചിരിക്കുവാണെന്ന് കർത്താവിന് മാത്രം അറിയാം. ഞാൻ പേടിച്ചിട്ട് ആ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ആര്യന്റെ വാക്കുകൾ കേട്ടതും മൂവരും ഭയത്തോടു കൂടി മുന്നീര് താഴേക്ക് ഇറക്കി. ആദത്തിന്റെ അലറൽ കേട്ട് കാര്യം മനസ്സിലായ ആര്യൻ പെട്ടെന്ന് തന്നെ ജിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നീ ചെല്ലാനുള്ള വിളിയായത്. ഇനിയും ചെന്നില്ലെങ്കിൽ ചിലപ്പോ ആ സാത്താൻ ഈ റൂമിലേക്ക് കയറി വരും. വേണ്ട, ഞാൻ പോവില്ല ട്രീസമ്മ. കണ്ണീരോടുകൂടി ട്രീസയെ നോക്കുന്ന ജിയെ കണ്ടതും ദേഷ്യത്തോടുകൂടി ട്രീസ ആര്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്തിന് ഇവള് പോണം? അവൻ ഈ കിട്ടിയതൊന്നും പോരെ. ട്രീസാൻഡി പ്ലീസ്, ഇപ്പോ ശരി ആരുടെ ഭാഗത്താ തെറ്റാരുടെ ഭാഗത്താന്നൊന്നും ചിന്തിക്കേണ്ട സമയമല്ല. കലി പൂണ്ടിരിക്കുമായിരിക്കും. അതിൻ്റെ കൂടെ ജിയെ കൂടി ചെല്ലാതിരുന്ന എന്തായാലും ആ വേദനയുള്ള കൈവച്ചുകൊണ്ട് ഇവളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇവക്ക് ധൈര്യമായിട്ട് ചെല്ലാം. എന്താ കാര്യമൊന്ന് തിരക്കി അല്ലെങ്കിൽ ഒരു മാപ്പ് പറഞ്ഞ കാലിലൊന്ന് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദം സാറ് തണുത്താലോ. ഈ ചൂടിന് തണുപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ജിയെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് വെറുതെ എതിർക്കാൻ നിൽക്കാതെ ചെല്ലുന്നതല്ലേ നല്ലത്. ആര്യന്റെ വാക്കുകൾ കേട്ടതും ചൊറിഞ്ഞു വന്ന ആലീസ് പെട്ടെന്ന് തന്നെ ചാടി മുന്നോട്ട് വീണുകൊണ്ട് പറഞ്ഞു, ആഹാ, അങ്ങനെ ആണിന്റെ ദേഷ്യത്തിന് എപ്പോഴും കാലി വീഴാനുള്ളതാണോ പെണ്ണുങ്ങള്? അയാൾ ചെയ്ത തോന്നിയവാസത്തിന് ദൈവമേ കേട്ട് കാണത്തില്ലല്ലോ. ആദം സാറ് ചെയ്ത തോന്നിയവാസത്തിന് ജിയെ എന്തിനു കാലി പിടിക്കണം? അവക്ക് അവളുടെ രക്ഷ നോക്കണ്ടേ? പോരാത്തത് അവൾ ഒന്നാമത്തെ വയ്യാണ്ട് കൂടി ഇരിക്കുക. അപ്പോഴാണ് ഈ സാറ് ഈ തോന്നിയവാസം മുഴുവൻ കാണിച്ചത്. പറ്റില്ല, ജിയെ ഞാനും വിട്ടു തരത്തില്ല.
എന്തായാലും അവിടെ കിടന്ന് ഗർജിക്കട്ടെ. ദേ ആലീസെ, ആദം സാറിന്റെ സ്വഭാവം നല്ലതുപോലെ അറിഞ്ഞിട്ട് നീ ഒരുമാതിരി പൊട്ടാൻ കളിച്ചാലുണ്ടല്ലോ. നിന്നെ എന്ത് കെയർ ചെയ്താണ് സാറ് നോക്കിയതെന്ന് നിനക്കറിയാവുന്നതല്ലേ. അപ്പൊ ജിയോട് ഇങ്ങനെ ചെയ്യുന്നതിൽ സാറിന് സാറിൻ്റെതായ ന്യായങ്ങളുണ്ടാവും. നീ വെറുതെ ഇതിന്റെ ഇടക്ക് പെടണ്ട. ജിയ ഒന്ന് സാറിനെ കാണും, വേണേ ഞാനും കൂടെ വരാം, പേടിക്കേണ്ട. ആര്യന്റെ നിർബന്ധത്തിന് വഴങ്ങിയ ജിയ ആദത്തിനെ കാണുവാൻ വേണ്ടി ആര്യനുമൊത്ത് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു. ആദത്തിന്റെ മുറിയുടെ വാതിൽ ഭാഗത്തായി പൊട്ടിച്ചിതറിയ ചില്ലുപാത്രം പെറുക്കിയെടുക്കുന്ന കിച്ചൺ സ്റ്റാഫിൽ ഒരാൾ ആര്യനെ കണ്ടതും ആ സ്റ്റാഫ് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞിട്ട് മരുന്നിന് മുമ്പ് വെജിറ്റബിൾ സൂപ്പ് കൊടുക്കാൻ ചെന്നതാ. സാർ അത് മേടിച്ച് വലിച്ചെറിഞ്ഞു. ദയനീയതയോടെ പറയുന്ന സ്റ്റാഫിനെ കാണെ ആര്യൻ പറഞ്ഞു, സാരയില്ല, സാറിന്റെ ദേഷ്യം കൊണ്ടാ. നീ ഒരു ബൗള് സൂപ്പ് കൂടി എടുത്തോണ്ട് വാ, സാർ അത് കഴിച്ചോളൂ. ഇതേ സമയം ആദത്തിന്റെ ദേഷ്യത്തിന്റെ ബാക്കി പത്രമാണ് താഴെ വീണ് കിടക്കുന്ന സൂപ്പെന്ന് മനസ്സിലാക്കിയ ജിയ ഭയത്താൽ വിറച്ചു. അവൾ മെല്ലെ ആര്യന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് പോകാം, പിന്നെ വന്ന് കാണാം. ഇപ്പം നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ആര്യൻ പ്ലീസ്, ഇപ്പൊ വേണ്ട, നീ പിന്നെ കാണാം. വേണ്ട, മറ്റുള്ളവരെ പോലെയല്ല ആദം സാറ്. ആഗ്രഹിച്ച കാര്യം നടക്കുന്നത് വരെ എന്താ ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയാനാവില്ല. പേടിക്കുന്ന എന്തിനാ, ഞാൻ കൂടെ ഇല്ലേ. ഞാനുള്ളപ്പോ സാറ് ജിയെ ഒന്നും ചെയ്യില്ല, വാ. ആര്യന്റെ വാക്കുകളുടെ ധൈര്യത്തിൽ ജിയ മെല്ലെ ആര്യന് പിന്നാലെ നടന്നു. മുറി തുറന്ന അകത്തേക്ക് കയറിയ ആര്യൻ ആദ്യം കാണുന്നത് ദേഷ്യത്തോടുകൂടി കട്ടിലിന്റെ ഹെഡ് റെസ്റ്റിൽ ചാരിക്കിടക്കുന്ന ആദത്തിനെയാണ്. ആദം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് മെല്ലെ അങ്ങോട്ട് നോക്കിയതും ആര്യനെയാണ് കാണുന്നത്. നിന്നെയല്ല, ഞാൻ അവളെ കാണണമെന്നാ പറഞ്ഞത്. അവളെവിടെ? ഗാംഭീര്യത്തോടു കൂടിയുള്ള ആദത്തിന്റെ ശബ്ദത്തിൽ ആര്യനും ഒന്ന് പകച്ചു. ശേഷം മെല്ലെ പുറകോട്ട് നോക്കിയതും കണ്ടു ഭയത്തോടുകൂടി തലകുനിച്ച് വാതിൽ കടന്നകത്തേക്ക് കയറി വരുന്ന ജിയയെ. ആദത്തിന്റെ കണ്ണുകൾ ആര്യനിൽ നിന്നും പിന്നിൽ വരുന്ന ജിയയിലേക്ക് പതിഞ്ഞു. അവന്റെ കണ്ണുകൾ വിടർന്നു. ദേഷ്യത്തിന് അല്പം അയവ് വന്നതുപോലെ അവന് തന്നെ അനുഭവപ്പെട്ടു. എന്നാൽ അത് പുറമേ കാണിക്കാതെ ഗൗരവഭാവം മുഖത്ത് അണിഞ്ഞുകൊണ്ട് തന്നെ അവൻ നിന്നു. നിന്നെ ഒന്ന് കാണണമെങ്കിൽ ആനയെ അമ്പാരിയും വെച്ച് എഴുന്നള്ളിക്കണോ? ഗൗരവഭാവത്തിലുള്ള ആദത്തിന്റെ ശബ്ദം. ജിയ മെല്ലെ ഭയത്തോടുകൂടി തലയുയർത്തി നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഉരുണ്ട് താഴേക്ക് വീഴുന്നത് ആദവും ശ്രദ്ധിച്ചിരുന്നു. ആര്യൻ, മേഡ്സിനോട് എനിക്ക് സൂപ്പ് കൊണ്ടുവരാൻ പറ, നന്നായിട്ട് വിശക്കുന്നുണ്ട്. വശ്യമായ രീതിയിൽ ജിയയെ തന്നെ നോക്കിക്കൊണ്ട് ആര്യനോട് പറയുന്ന ആദത്തിനെ കണ്ടതും ആര്യൻ മറുപടി കൊടുത്തു, അത് ഞാൻ വരുന്ന വഴി മെയ്ഡിനോട് പറഞ്ഞായിരുന്നു, ഇപ്പൊ തന്നെ സൂപ്പ് കൊണ്ടുവരും. ആര്യൻ പോകാതെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടതും ജിയെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആദം മുഖഭാവം മാറ്റിക്കൊണ്ട് ആര്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അപ്പോ ഇവിടുന്ന് പോകാൻ ഇനി നിന്നോട് പ്രത്യേകം പറയണം. ഗാംഭീര്യത്തോടുകൂടി പറയുന്ന ആദത്തിന്റെ ശബ്ദം കേട്ടതും അല്പം പതറിക്കൊണ്ട് തന്നെ ആര്യൻ ആദത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അല്ല, അത് ജിയ കൂടി വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പൊക്കോളാം. സാറിന് ജിയെ കാണണമെന്ന് പറഞ്ഞത് കൊണ്ടാ. ആ കുട്ടിക്ക് അല്പം പേടിയുള്ളത് കൊണ്ട്. ആര്യന്റെ മറുപടിക്ക് ആദം ഒന്നും തന്നെ മിണ്ടിയില്ല. പകരം തീക്ഷ്ണമായൊരു നോട്ടം മാത്രമാണ് ആര്യന് സമ്മാനിച്ചത്. ആ നോട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാം. പിന്നീടൊന്നും പറയാതെ ആര്യൻ ദയനീയമായി തന്നെ ജിയെ നോക്കിയതിന് ശേഷം മുറി വിട്ട് പുറത്തേക്കിറങ്ങുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ മറ്റേതോ ലോകത്തെന്ന പോലെ ആദത്തിന്റെ ഇടത് ഷോൾഡറിൽ താൻ നൽകിയ സമ്മാനത്തിന്റെ ഭാഗ്യപത്രമായ ആ വെച്ചുകെട്ടിനെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ജിയ. ആദത്തിന്റെ ഷോൾഡറിലേറ്റ ആഴത്തിലുള്ള മുറിവ് കാരണം ഇടതുകൈ കഴുത്തിലൂടെ ഇട്ടിരിക്കുന്ന ആംസ്ലിങ്ങിൽ ഇട്ടിരിക്കുകയായിരുന്നു. അത് കണ്ടതും ജിയയ്ക്ക് സഹതാപത്തിലുപരി ഭയമാണ് തോന്നിയത്. അവൾ ഏതോ ഒരാലോചനയിലെന്ന പോലെ ആദത്തിന്റെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കിയതും കണ്ടു തന്നെ മാത്രം നോക്കി നിൽക്കുന്ന ആ മനുഷ്യനെ. ഭയത്തോടുകൂടി അവൾ കണ്ണുകൾ വിടർത്തിയ ശേഷം ചുറ്റും നോക്കി. അവിടെ എങ്ങും ആര്യനെ കാണുന്നതേയില്ല. തനിക്കൊപ്പം കൂട്ടായി നിൽക്കാമെന്ന് പറഞ്ഞവൻ എങ്ങോട്ടാണ് പോയത്? അല്പനിമിഷം അവൾ നല്ലതുപോലെ പേടിച്ചു. ചുറ്റും നോക്കുന്ന ജിയയെ കണ്ടതും ആദത്തിന് കാര്യം മനസ്സിലായതും പെട്ടെന്ന് തന്നെ തലകാട്ടി അവളെ അവന്റെ അരികിലേക്ക് വിളിച്ചു. ആദത്തിന്റെ ആ പ്രവൃത്തി അവളെ വല്ലാതെ ഭയപ്പെടുത്തി. അവൾ രണ്ടടി പിന്നിലേക്ക് വെച്ചുകൊണ്ട് വരില്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. അത് കണ്ടതും പല്ലുകൾ കടിച്ചുകൊണ്ട് അവൻ ദേഷ്യത്തോടു കൂടി അവളോട് പറഞ്ഞു, പറയുമ്പോ അനുസരിച്ചാ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഈ വയ്യാഴികയൊന്നും ഞാൻ കാര്യമാക്കില്ല.
അറിയാലോ എന്നെ. അവന്റെ മറുപടി കേട്ടതും അവൾ ഭയത്തോടു കൂടി ഉമിനീരിറക്കി. തീരെ താല്പര്യമില്ലാഞ്ഞിട്ട് പോലും അവളുടെ കാലുകൾ മുന്നോട്ട് വെക്കുവാൻ ശ്രമിക്കവേ പെട്ടെന്നാണ് ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. ഇരുവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയി.